നമസ്കാരം. MI TV-യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അഭിമാനപൂർവ്വം പരിചയപ്പെടുന്നത് MI ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് പൊന്നാനിയിൽ നിന്നും സംസ്ഥാനതല യുവജനോത്സവത്തിൽ പങ്കെടുത്ത് പെൺകുട്ടികളുടെ മിമിക്രി മത്സരത്തിൽ A ഗ്രേഡ് നേടിയ ലിയാന PV എന്ന വിദ്യാർത്ഥിനിയെയും അവളെ പരിശീലിപ്പിച്ച പരിശീലകൻ റാഷിദ് സാറിനെയുമാണ്. സ്വാഗതം. നല്ല ഹാപ്പിയാണ്. ഇന്നലത്തെ ഡേ ഭയങ്കര രസമുള്ള ഡേ ആയിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു സ്റ്റേറ്റ് ലെവലിൽ പോകണമെന്ന്. അപ്പോൾ അതിൽ +2 എത്തിയപ്പോൾ പറ്റൂല, ഇനിയൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ആദ്യമായിട്ട് മിമിക്രി ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് വരെ എത്താൻ പറ്റി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. ജില്ലയിൽ പോയപ്പോൾ വെച്ചാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ചുമ ഉണ്ടായിരുന്നു ആ ടൈമിലൊക്കെ. അപ്പോൾ ആകെ കിട്ടൂല എന്നുള്ള പ്രതീക്ഷ. പിന്നെ ആദ്യമായിട്ട് ഡിസ്ട്രിക്ട് ലെവല് മിമിക്രി ചെയ്യണതിൻ്റെ ടെൻഷൻ, ഗ്രൂപ്പായിട്ട് അല്ലാണ്ട് ആദ്യമായിട്ടാണ് പോകണം, ആ ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേ ജില്ല കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് ലെവൽ എത്തുമ്പോഴത്തേനും ഒന്നും കൂടെ പ്രാക്ടീസ് കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുകൂടെ പ്രാക്ടീസ് 1 മാസത്തോളം നല്ല പ്രാക്ടീസായിരുന്നു. മിമിക്രി മാത്രമായിരുന്നു അപ്പോൾ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്റ്റിനേക്കാളും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് എനിക്ക് സ്റ്റേറ്റിൽ പോകാനായിരുന്നു. നല്ല സന്തോഷമായിരുന്നു എനിക്ക്, സത്യം പറഞ്ഞാൽ. അത്രയും നല്ലൊരു സ്റ്റേജിലെത്താൻ പറ്റിയ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവിടെ എത്തിപ്പെട്ട തന്നെ നമ്മളെ ഭാഗ്യം. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എത്തിയത് ഭയങ്കര ഭാഗ്യം. ആ ഓഡിയൻസിനെ കണ്ടപ്പോൾ ആർക്കാണെങ്കിലും ഒരു മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവില്ല, അതുണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഇത് വന്നു. അങ്ങനെ ഞാൻ ചെയ്യണതിൽ ഇടയ്ക്ക് എനിക്ക് കയ്യടി കിട്ടിയിരുന്നു. അത് എക്കോ ചെയ്യുന്ന ടൈമിൽ, എക്കോ ഇല്ലാത്ത മൈക്കിൽ എക്കോ ചെയ്യുമ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് കയ്യടികൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ഉത്സാഹം കൂടുതലായിരുന്നു. 2 പേർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, 2 അല്ല 3, കുറേ പേർക്കുണ്ട്. ഒന്ന് പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹബീബ് സാർ, ഞാൻ ഇവിടെ യൂത്ത് ഫെസ്റ്റിവലിൽ MI ഗേൾസിൽ യൂത്ത് ഫെസ്റ്റിവലിൽ മോണാക്ട് ചെയ്തപ്പോഴാണ് അതിൽ ഒരു സീനിൽ നായൻ്റെ സൗണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ സാറ് ഇങ്ങനെ പറഞ്ഞ്, എനിക്ക് സൗണ്ട് എടുക്കാൻ അറിയാമല്ലോ. ഹബീബ് സാറാണ് ആശി സാറിനെ പരിചയപ്പെടുത്തിയത്. പിന്നെ ഫുള്ള് ട്രെയിനിങ്, ആ ഒരു പ്രാക്ടീസിങ് ആയിരുന്നു. അങ്ങനെ അവർക്ക് 3 ആൾക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള്. മിമിക്രി കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസിൻ്റെ. അപ്പോൾ അവരുടെ ആങ്കർ നല്ലെടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവർക്ക് മാത്രമല്ല നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത്. ഇവിടുന്ന് സ്കൂളിൽ വേറെ ഐറ്റംസിനുണ്ടായിരുന്നു, ഒപ്പന അങ്ങനത്തേനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ അതിനായിരുന്നു മുൻഗണന കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു സീരിയസ് ആക്കി എടുക്കാണ്ടെടുത്ത സംഭവമായിരുന്നു ഡിസ്ട്രിക്ട് വരെ. അങ്ങനെ അത് ചെയ്യുമ്പോൾ ട്രെയിനർക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് ശരിയായെങ്കിൽ ഓക്കെ എന്ന് പറയും, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തിന് ഒന്നും കൂടെ അത് ബെറ്റർ ആക്കാൻ നോക്കും. അങ്ങനെയായിരുന്നു. ഞാൻ മോണാക്ട് ചെയ്തിരുന്നു, ഇപ്പോഴല്ല, LP UP HS വരെ. ഹയർ സെക്കൻഡറി എത്തിയപ്പോൾ മോണാക്ട് ചെയ്തിട്ടില്ല. പിന്നെ സംസ്കൃത നാടകം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. വന്നപാട് ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ വേഗം വന്ന് ഹഗ് ചെയ്ത് എല്ലാവരും. അതുപോലെ തന്നെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും. ഞങ്ങൾ നസീർ സാറിൻ്റെ അടുത്ത് പറയണം, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്നലെ റിസൾട്ട് അറിഞ്ഞ പാട് എല്ലാ ടീച്ചേഴ്സും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇതാണ് ഹബീബ് സാർ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ന ഈ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ സാർ ഒരാളാണ് കാരണം. സാർ അന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും ഈ കഴിവ് തിരിച്ചറിയില്ല, ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ്. സാറിന് എന്ത് തോന്നുന്നു ഇപ്പം? തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ UP സ്കൂളിൽ മുതൽ തന്നെ 25 വർഷമായി നാടക പ്രവർത്തനം, കുട്ടികളുടെ തിയേറ്റർ എന്നുള്ള സങ്കല്പത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. നമ്മൾ നാടകം എന്നതിലുപരി കുട്ടികൾക്ക് വളരെ അവരുടെ ആശയങ്ങൾ പറയാനുള്ള, ആർജവത്തോടുകൂടി പറയാനുള്ള ഒരു കെൽപ്പുണ്ടാക്കുക എന്നുള്ളതാണ് നാടക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി എടുത്തത്. അതുവഴി പഠന പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി പോവുകയും ആസ്വാദനപരമായി ഏകാഗ്രതയോട് പഠിക്കാൻ വേണ്ടി ഉള്ള ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള നമ്മുടെ നാടക സങ്കല്പത്തിൻ്റെ ഉദ്ദേശം. ലിയാനയുടെ ഒരു പ്രധാന കഴിവ് എന്നാണെങ്കിൽ വളരെ ഒബ്സർവേഷൻ, അതുപോലെ തന്നെ വളരെ ഡെഡിക്കേഷൻ ഉള്ള ഒരാളാണ് ലിയാനയ്ക്ക് കലാപരമായ ഒരു ടച്ചുള്ള ഒരാളാണെന്ന് ഏറ്റവും മനസ്സിലാക്കിയുള്ളത്. എല്ലാ കാര്യങ്ങളും വളരെ സർഗാത്മകമായി ചെയ്യുക എന്നുള്ള ഒരു മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ ഒരു കഴിവുള്ളൊരു. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അവിടെ മാക്സിമം നല്ല രീതിയിൽ ചെയ്യും. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ മോണോക്ട് അവതരിപ്പിച്ചത്. അപ്പോൾ എന്തായാലും അവൾക്ക് വളരെ കഴിവുള്ള ഒരാളാണ്. നമ്മളുടെ 2 ദിവസത്തിൻ്റെ യാത്രയിലെടുക്ക് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂമെൻ്റ് ഏതായിരുന്നു? എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റായി തോന്നിയത്, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് നമ്മുടെ വാഴ സിനിമയിൽ വളരെ ഫേമസ് ആയ അസീസ് നെടുമങ്ങാടും അതുപോലെ നോബിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ അറ്റ മൊമെൻ്റ് നിന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതും
നിൻ്റെ വേറിട്ടുള്ള പെർഫോമൻസ്, അതായത് പരമ്പരാഗതമായി മൈക്കിനെ മാത്രം ക്യാച്ച് ഇങ്ങനെ സ്റ്റില്ലായി നിൽക്കുന്ന രീതിയിൽ നിന്ന് സ്റ്റേജ് മുഴുവൻ ഉപയോഗിച്ച് ചെയ്തതും, അതുപോലെ ഈ നാച്ചുറൽ സൗണ്ടും അതിൻ്റെ അവസാനവും വളരെ നന്നായി എന്ന് പറഞ്ഞത് വളരെ സന്തോഷം തരുന്ന നിമിഷമായിരുന്നു. ലിയാന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നലെ അവതരിപ്പിച്ച മിമിക്രിയിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടൊന്ന് അവതരിപ്പിക്കാവോ? മകുടി ചെയ്ത് നോക്കാം. ലിയാന ഇന്നലെ വളരെ കയ്യടി കിട്ടിയ കുറേ ഐറ്റംസ് നമ്മൾ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. നല്ല കയ്യടി കിട്ടിയ ഒരു സാധനം ചെയ്യാമോ? ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് ചെയ്ത് നോക്കാം. റാഷിദ് സാർക്ക് ഒരു നാടക പ്രവർത്തകനാണ്. കുറേ വർഷമായി ഞങ്ങളുടെ നാടകത്തിൽ സജീവമായി ഇടപെടുകയും അഭിനയിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം വളരെ പ്രചോദനമാണ്. താങ്കൾ ഒരു ഏതെങ്കിലും മിമിക്രി ഒരു നടനെ, ഒരു നടിയെ, ബിന്ദു പണിക്കർ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുമോ? അപ്പോൾ ശബ്ദത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ജനാർദ്ദനൻ സാറിൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാം. എടാ എൽദോ, അവന്റെ കാല് തല്ലി ഒടിക്കടാ, അവൻ പൊന്നപ്പനല്ലടാ, തുങ്കപ്പൻ. അവസാനമായി ഒന്നുകൂടെ കാണിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ലിയാന ഒരു അനുഗ്രഹീത കലാകാരിയാണ്. ഇനിയും ഏറെ വളരട്ടെ എന്ന് MI TV വേണ്ടി ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒരാൾ വളരാൻ തീരുമാനിച്ചാൽ കഴിവുള്ള ആരാണെങ്കിലും അവരോട് കൂടെ നിൽക്കാൻ ഒരുപാട് ഇതുപോലെയുള്ള റാഷിദ് സാറിനെ പോലെ, ഹബീബ് സാറിനെ പോലെയൊക്കെയുള്ള അധ്യാപകരുണ്ട്. അതാണ് നമ്മുടെയൊക്കെ അധ്യാപക ജീവിതത്തിലെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് എല്ലാ അധ്യാപകരും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള കുട്ടികളുടെ കഴിവുകളെ പരമാവധി പരിപോഷിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്ന് അധ്യാപകരോടായി അഭ്യർത്ഥിക്കുകയാണ്. MI TV ലക്ഷ്യം തന്നെ ഇതുപോലെ കഴിവുകളുള്ള വിദ്യാർത്ഥിനികളെ കൊണ്ടുവന്ന് പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. വീണ്ടും കാണാം പുതിയ ഒരു അതിഥിയുമായി. താങ്ക് യു വെരി മച്ച്.